കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡ് തകർന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ സർവീസ് റോഡിലുണ്ടായ വിള്ളലിൽ അകപ്പെട്ടു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടലും നടപടിയും വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചു. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് 4 മണിയോട് കൂടെയാണ് ഒരു അപകടമുണ്ടായത്. വാഹനങ്ങൾ നിരവധി കടന്നുപോകുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത്. മൈലക്കാടിന് സമീപത്തായിരുന്നു ദേശീയപാതയിൽ സൈഡ് വാളിന്റെ ഉണ്ടായൊരു തകർച്ചയെ തുടർന്ന് സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്നത്. 4 വാഹനങ്ങൾ, സ്കൂൾ വാഹനം ഉൾപ്പെടെയുള്ള 4 വാഹനങ്ങളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കുട്ടികളെയും മറ്റ് വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം വളരെ വേഗത്തിൽ തന്നെ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. 38ഓളം കുട്ടികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണമെന്നുള്ള ഒരു പരാതിയാണ് പ്രധാനമായും ഉയരുന്നത്. നിരവധി പരാതികൾ ഇതിനു മുമ്പ് ഈ ഗവൺമെന്റ് ശ്രദ്ധയിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ, കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പരാതി കൊടുത്ത് ആ ജഡ്ജി നേരിട്ട് വരെ ഈ സ്ഥലം സന്ദർശിച്ച അന്നും ഇതേപോലെ ഈ അപകടാവസ്ഥ നിൽക്കുന്ന ഈ പണി നിർത്തിവെച്ച് പുനഃപരിശോധിച്ച് ഈ റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം മാത്രമേ ഈ പണി പുനരാരംഭിക്കാവൂ എന്ന് അന്ന് ഈ കോടതി ഉൾപ്പെടെ നിർദ്ദേശം കൊടുത്തു. ഇത് ഭാവിയിൽ പൊട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തുടർച്ചയായി ഇവിടെ മഴ 2-3 ദിവസം പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് രണ്ടായിട്ട് പൊട്ടി പോകത്തില്ല. ഇത് 2-3 നില ബിൽഡിംഗിന്റെ പൊക്കത്തിലായി മണ്ണിട്ട് നിറയ്ക്കുന്നത്. സ്ഥലം സന്ദർശിച്ച ദേശീയപാത അധികൃതരും ഒപ്പം തന്നെ കളക്ടറും നാളെ യോഗം ചേരുമെന്നുള്ളൊരു കാര്യം അറിയിച്ചു. ഒപ്പം തന്നെ ഈ തകർന്ന ഭാഗം അത്രയും പുനർനിർമ്മിക്കുമെന്നുള്ളൊരു കാര്യമാണ് ദേശീയപാത അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. Yes, obviously we will rebuild it. Obviously, we will not leave it as it is. We will definitely take corrective measures and build a better one. ചാത്തന്നൂർ MLA സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഒപ്പം തന്നെ ഈ DPRമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് MLAയുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. NH ഇത് DPR ഡിസ്കസ് ചെയ്യുന്നൊരു ശീലമില്ല അവർക്ക്. അതൊരു വലിയ അപാകതയാണ്. സ്ഥലം സന്ദർശിച്ച ഈ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജനപ്രതിനിധികളുമെല്ലാം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ മണ്ണിട്ട് നിറച്ചുകൊണ്ടുള്ള ഒരു പാലം ഇനി, അതായത് റോഡ് ഇനി നിർമ്മാണം അത് ആളുകളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ആ പില്ലറിൽ നിർമ്മിച്ച കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ ആയിരിക്കണം വേണമെന്നൊരു ആവശ്യമാണ് ഉയർത്തുന്നത്. നാളെ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിലും ഇക്കാര്യമായിരിക്കും ഇവരെല്ലാം ആവശ്യപ്പെടുക. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.